ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അബണ്ടൻസ് അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ ചെയ്യും പോലെ നന്നായി പ്രാർത്ഥിച്ചിട്ടെടുത്ത കാർഡുകളാണ്. ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങളപ്പോൾ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാല്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് സ്റ്റാറാണ്. അത് പ്രതീക്ഷയുടെ കാർഡാണ്, പ്രതീക്ഷയുടെ എനർജിയാണ്. പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നവരുടെ എനർജി തന്നെയാണ് അതിനെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്ര കാലം നിങ്ങളൊരു അസുഖത്തിലായിരുന്നെങ്കിൽ അതിൽ നിന്നൊരു റിക്കവറി ഉണ്ടാവുന്നതാണ്. ഇത്രയും നാളും ജീവിതത്തിലൊരു ഡാർക്ക്നെസ്സിലൂടെ കടന്നു പോയവർക്ക് ഒരു ഹോപ്പാണ്, ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഇത് സംഭവിക്കാൻ പോകുന്നതാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കുമെന്നാണ് സ്റ്റാറിൻ്റെ എനർജി പറയുന്നത്. നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് മിറാക്കിൾസ് സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചതും അത് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന എനർജിയും. ഇവിടെ നിങ്ങൾ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ മാസം തന്നെ നിങ്ങളിൽ പലർക്കും, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ പലർക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കുള്ള റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടാൻ പോകുന്നു എന്നാണ്. പ്രത്യേകിച്ച് അസുഖമൊക്കെ ബാധിച്ച് അങ്ങനെ വിഷമിച്ച് കഴിയുന്നവർക്കൊക്കെ ഒരു പെട്ടെന്ന് റിക്കവറി ഉണ്ടാകാനുള്ള സാധ്യത ആണ് ഈ എനർജി പറയുന്നത്. ഈ റീഡിങ്ങിൽ, ഈ സ്പ്രെഡിൽ കൂടുതലും മേജർ അർക്കാനയുടെ എനർജി വന്നിട്ടുണ്ട്. ദ സ്റ്റാർ, ടെമ്പറൻസ്, ദ ഫൂളിൻ്റെ എനർജി വന്നിട്ടുണ്ട്, എംപറർ, ഡെത്തിൻ്റെ എനർജി, അതുപോലെ തന്നെ ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി. അങ്ങനെ മേജർ അർക്കാനയുടെ എനർജിയാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത്. എല്ലാം പോസിറ്റീവ് കാർഡുമാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ആ ഒരു അബണ്ടൻസ്, അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എത്രയും പെട്ടെന്നുള്ളതിന് പോസിറ്റിവിറ്റി കൂടുതലാണ്. അതുപോലെ ചിലർക്കെങ്കിലുമൊക്കെ ഒരു സ്റ്റാറായി തീരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ മേഖലയിൽ ഒരു സ്റ്റാറായി തീരാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനുള്ള ഒരു പവറിലേക്ക് വരുന്നു എന്നാണ്. അതുപോലെ തന്നെ കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ്. ആ ഒരു രീതിയിലേക്കുള്ളൊരു മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫിൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നു. സ്റ്റേബിൾ അല്ലാതിരുന്നവർക്കൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റം വരുന്നു. അതുപോലെ തന്നെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല, അല്ലെങ്കിൽ ഉപേക്ഷ വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ജീവിതത്തിൽ പകച്ചു പോകുന്നൊരവസ്ഥയില്ലേ, അങ്ങനെയൊക്കെ നിന്ന് പ്രാർത്ഥനയോടെ കഴിഞ്ഞവർക്കൊക്കെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ പോകുന്നതാണ്. ഏഞ്ചൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ലക്ക് വരാൻ പോകുന്നു. ഏഞ്ചൽ സഹായത്തോടെ വിജയം, സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്തവർക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലാതെ എന്തുദ്ദേശത്തിലാണോ നിങ്ങൾ തയ്യാറെടുത്തിരുന്നത് അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്നത്, അത് നടക്കാനുള്ള സാധ്യത. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാണേലും, അതുപോലെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട് ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ലൈഫിൽ സ്റ്റെബിലിറ്റി ആയി വരാൻ പോകുന്നതാണ്. അതുപോലെ ഫുളിൻ്റെ എനർജി, അതെ, ഒരു ന്യൂ ബിഗിനിങ് ആണ്. കഴിഞ്ഞതൊക്കെ മറന്ന് ഇനിയും പുതിയതായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു എന്താ പറയുക, ഹാപ്പിനെസ്, സന്തോഷം, സമാധാനം, സക്സസ്, അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതാണ്. സന്തോഷം വന്ന് നിറയും. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നതെന്നാണ്.
നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല നിങ്ങൾ ഇത്ര നാൾ ബാലൻസ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത്? അത് നിങ്ങൾ ഒരു തരത്തിലും ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമില്ല. സക്സസ് നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെയാണ്. ഇത്ര നാൾ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു. ഇനിയും പലർക്കും വെയിറ്റ് ചെയ്ത് ക്ഷമ നശിച്ചവരുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു മനസ്സൊക്കെ വരുന്നുണ്ട് ചിലർക്കൊക്കെ. അങ്ങനെയുള്ളവർക്കുള്ളൊരു ഗൈഡൻസ് മെസ്സേജാണ്. നിങ്ങൾ ഒരിക്കലും ക്ഷമ കൈവെടിയാൻ പാടില്ല. ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് തന്നെ പോകുക എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങൾ അത്രയും എഫേർട്ട് എടുക്കുകയും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയും അതുപോലെ അതിനുവേണ്ടി സ്ട്രെയിൻ എടുക്കുകയും അതുപോലെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ്. അത്രയും നിങ്ങൾ ചെയ്യുന്നത്. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, നിങ്ങളൊരു ബന്ധനത്തിലായിരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുന്നതാണ്. അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഇപ്പം പലയിടത്തും പല സ്ഥലങ്ങളും ഇപ്പം വീട്ടിലായാലും സമൂഹത്തിലായാലും ജോലി ചെയ്യുന്നിടത്തായാലും ഒരു നിസ്സഹായാവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യാത്തൊരവസ്ഥയൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം, അതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വരുന്നു എന്നാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു എന്നാണ്. അതുപോലെ തന്നെ പലർക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജേണിയൊക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്ര നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കാം അത് നിങ്ങൾ പലർക്കും അതിനുള്ള ഒരു ഭാഗ്യമുണ്ടെന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും ഒരു ട്രാൻസ്ഫർ, പ്രൊമോഷനായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫറായിട്ടൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വീട് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം വരുന്നുണ്ട്. ഇത്രയും കാലം ചെറിയ സൗകര്യമില്ലാത്ത വീട്ടിൽ അല്ലെങ്കിൽ വാടക വീട്ടിലൊക്കെ താമസിച്ചിരുന്നവർക്ക് ഒരു നല്ല വീട്ടിലേക്ക് മാറാനോ അല്ലെങ്കിൽ വാടക വീട് കുറച്ചും കൂടെ നല്ല സൗകര്യത്തിൽ കിട്ടാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം വരുന്നുണ്ട് എന്നാണ്. പലരുടെ ജീവിതത്തിലും പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. അത് ആ ചേഞ്ചസ് നല്ലതാണ്, നല്ല മുന്നോട്ടുള്ള സക്സസ് ആയിട്ട് നിങ്ങൾ വിചാരിച്ച രീതിയിൽ എന്താണോ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത് ആ രീതിയിലേക്കുള്ളൊരു മാറ്റം, അതാണ് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ല പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് സംഭവിക്കാമെന്നാണ്. നിങ്ങൾ ഇത്രയും കാലം ഇനി ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ പ്രതീക്ഷ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു മാറ്റം സംഭവിക്കാം. അപ്പോൾ അത് കൂടുതലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കായിരിക്കാം ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അതുതന്നെയാണ് ഡെത്തിൻ്റെ എനർജിയും പറയുന്നത്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയും ഡെത്തിൻ്റെ എനർജിയും അത് തന്നെയാണ് പറയുന്നത്. നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡെത്തിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ പലരും ഈ ബാഡ് ഹാബിറ്റ്സിന് അടിമയായിട്ടുണ്ടായിരുന്നവർക്കൊക്കെ അതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ടെന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സ്മോക്ക്, പുകവലിക്കാദ്യം അമിതമായി പുകവലിക്കുന്നവർ അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നവർ, ആൽക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ അത് കാരണം ജീവിതം നശിച്ചവർ എന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ്. ആ ബാഡ് ഹാബിറ്റ്സൊക്കെ പോകാൻ പോകുന്നു എന്നാണ്. അതിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, പല രീതിയിൽ ലൈഫിൽ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ ജനറൽ റീഡിംഗ് ആണല്ലോ, അപ്പോൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു ബാഡായിട്ടുള്ള എന്താണോ നിങ്ങളുണ്ടായിരുന്ന ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. അതുപോലെ തന്നെ ചിലർക്ക് വരാൻ പോകുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കാൻ പോകുന്നു എന്നാണ്. പലരെയും നയിക്കാൻ പറ്റുക, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ജോലി, ആ രീതിയിലേക്ക് ഉയരാൻ പോകുന്നു എന്നാണ്. അത് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പനിയിൽ കുറേ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നതാവാം.
അല്ലെങ്കിൽ ഒരു എച്ച്.എം പദവിയിലേക്കൊക്കെ ഉയരുന്നതാവാം, അല്ലെങ്കിൽ മാനേജർ പദവിയിലേക്ക് ഉയരുന്നതാവാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തി അതിൽ അതിൻ്റെ ബോസ് ആവുന്നതാകാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഹൈ പൊസിഷനിലേക്ക് വരാൻ പോകുന്നതാണ്. ചക്രവർത്തിയാകാനുള്ള യോഗം, ചുരുക്കി പറഞ്ഞാൽ ചക്രവർത്തിയാകാനുള്ള യോഗമുണ്ട് ചിലർക്കൊക്കെ. ഓക്കെ, ഫസ്റ്റ് തന്നെ സ്റ്റാറിൻ്റെ എനർജി വന്നിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ പലർക്കും അങ്ങനെയുള്ളൊരു സ്വപ്നം കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചുള്ള പുരോഗമനവും ഉയർച്ചയും ഒക്കെയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പലരും സ്പിരിച്വൽ ജേണിയിലേക്ക്, സ്പിരിച്വലി നല്ല ഒരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ അത്രയും നല്ല സ്പിരിച്വലി ഹൈ പവറിൽ നിൽക്കുന്നവരാവാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. എല്ലാവരും അല്ല, കുറേയൊക്കെ പേരെങ്കിലും. അതുപോലെ തന്നെ വിവാഹത്തിന് തടസ്സമുണ്ടായിരുന്നവരൊക്കെ അത് മാറിക്കിട്ടും. രണ്ട് മതത്തിൽപ്പെട്ടവരുടെ വിവാഹം നടക്കാം. അല്ലാതെ റിലേഷൻഷിപ്പിലായിരുന്നവരുടെ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അതിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സക്സസ്സിലെത്തിക്കാനും കഴിയുന്ന ഒരു സമയമാണ്. ദൈവാധീനമുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ഈ ടാരോ റീഡിങ് പോലുള്ള റീഡിങ് കാണാനും കേൾക്കാനും അതിനുവേണ്ടി സമയം മാറ്റിവെച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും വരുന്നവരൊക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവരും ദൈവവിശ്വാസം കൂടുതലുള്ളവരും ഈശ്വരാനുഗ്രഹമുള്ളവരും ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാറ്റം. അതാണ് ഇവിടെ പിന്നെ ഓട്ടം കാർഡ് കിട്ടിയിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്, ഉണ്ടല്ലേ. അതുപോലെ തന്നെ 6 ഓഫ് കപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനുള്ള ഫലം, ഇപ്പോൾ പേരും പ്രശസ്തിയൊക്കെ ലഭിക്കാനുള്ള കൂടുതൽ നിങ്ങൾ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് ഒന്നും കൂടെ വർദ്ധിക്കും, ഇല്ലെങ്കിൽ അത് ലഭിക്കും. അതിനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പം എല്ലാ രീതിയിലും ഉള്ള വിജയമാണ്. ലക്കും സക്സസ്സും നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിരുന്ന അതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യും. അതെല്ലാം നിങ്ങളെ വിട്ടു പോവും. ആ അവസ്ഥയൊക്കെ നിങ്ങൾ മറന്നു പോകുന്ന രീതിയിലേക്ക് അത് പോകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കഷ്ടപ്പാടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവർ ഇനിയും ഒന്നും ലഭിക്കില്ല, നിരാശ, സങ്കടം, ജീവൻ തന്നെ മതിയായിരുന്നു, അടുത്തു, ഇനി ജീവിക്കണ്ട എന്നൊക്കെ രീതിയിലൊക്കെ കഴിയുന്നവർക്കൊക്കെ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ റിസൾട്ട്, നല്ലൊരു റിസൾട്ടാണ് വരാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക, പോസിറ്റീവായിരിക്കുക. പോസിറ്റീവ് തിങ്കിങ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നെഗറ്റീവായിട്ട് ഒരു സമയം പോലും ചിന്തിക്കാൻ പാടില്ല. ഞാൻ ആഗ്രഹിച്ച കാര്യം കിട്ടിയതിന് നന്ദി പറയുന്നു. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരാൻ വേണ്ടി യൂണിവേഴ്സ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തി കൊണ്ടോ ഒന്നും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യത്തെ ഇല്ലാതാക്കരുത്. അപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും ലൈഫിൽ നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നമായാലും, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, ഫേസ് ചെയ്യേണ്ടി വന്ന രോഗം, അതുപോലെ ഏത് കാര്യമായാലും, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് കാര്യമായാലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം അല്ലെങ്കിൽ ഒരു പുരോഗതി, ഒരു ഉയർച്ച, ഒരു സക്സസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. ഇതാണ് നിങ്ങൾക്ക് ആയിട്ട് യൂണിവേഴ്സ് തരാൻ പോകുന്ന അബണ്ടൻസ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഡിയേഴ്സ്, സന്തോഷമായിരിക്കുക. അനുഗ്രഹങ്ങൾ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.